ഓട്ടിസം ബാധിച്ച 36-കാരിയുടെ ചികിത്സാ ചെലവ് കണ്ടെത്താൻ കഴിയാതെ മാതാപിതാക്കൾ ബുദ്ധിമുട്ടുന്നു. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യം പോലും മക്കൾക്ക് നൽകാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് കോഴിക്കോട്ടെ ഒളവണ്ണയിലെ മാമ്പഴക്കാട്ട് കോളനിയിലെ രാജനും സുമയും. സുമനസുകളുടെ സഹായം ഇവർ അന്വേഷിക്കുകയാണ്, തേടുകയാണ്. പാതി പണി കഴിഞ്ഞ ഈ കുഞ്ഞു വീട്ടിൽ 2 വൃദ്ധ മാതാപിതാക്കളുണ്ട്. ജന്മന ഓട്ടിസം ബാധിച്ച 36 വയസ്സുള്ള മകൾക്ക് താങ്ങും തണലുമാണിവർ. പരസഹായമില്ലാതെ ഈ മകൾക്കൊന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റില്ല. പക്ഷേ 60 വയസ്സിനു മുകളിൽ പ്രായമുള്ള അച്ഛനമ്മമാർക്ക് ഇവളെ പരിപാലിക്കാനുള്ള ആരോഗ്യവുമില്ല. ഉന്തുവണ്ടി കച്ചവടത്തിലൂടെ രാജന് ലഭിക്കുന്ന തുച്ഛമായ പണമാണ് കുടുംബത്തിന്റെ ഏക വരുമാനം. അതും വീട്ടാവശ്യത്തിന് തികയുന്നില്ല. രോഗങ്ങളെ തുടർന്ന് കൃത്യമായി ജോലിക്കും പോകാൻ കഴിയാറില്ല. പണമില്ലാത്തതിനാൽ കഴിഞ്ഞ 15 വർഷമായി മകളുടെ ചികിത്സയും മുടങ്ങുന്നു. നമ്മളെ അവസ്ഥ ഇപ്പോൾ പണിക്ക് പോകാനില്ല. ഇപ്പോൾ 62 വയസ്സായി. പണിക്ക് പോകുന്നത് ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം പോകുന്നത്. പിന്നെ ചിലവ് കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെൻഷനാണെങ്കിൽ ഇപ്പോൾ ഒരു 6-7 മാസം കിട്ടിയിട്ട്, പിന്നെ ബാങ്കിലാണ് കടമാണ്, പിന്നെ ജീവിതം മോളുടെ സുഖമില്ലായ്മ കാര്യങ്ങൾ, മരുന്നിന് പൈസയില്ല. അങ്ങനെ എല്ലാം കൂടി ഒരു ബുദ്ധിമുട്ടായ ജീവിതമാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ എന്താ ആരെയും സഹായിച്ചാൽ തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ ഒരു ഇതാണ്. വീടിന്റെ പണികൾ പൂർത്തിയാക്കണം. അതിനു മുൻപ് അടച്ചുറപ്പുള്ള ഒരു ശുചിമുറിയാണ് ആവശ്യം. നിലവിൽ തുണി കൊണ്ട് മറച്ചുള്ള ഈ ശുചിമുറിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ചിലവാക്കാൻ ഒന്നും കഴിയാതെ ബാത്റൂം പൊട്ടി പൊളിഞ്ഞ് കിടക്കണ ഇതിനെ എടുത്ത് കൊണ്ടുപോകാനൊന്നും എനിക്ക് കഴിയണില്ല. ഇപ്പോൾ ആദ്യത്തെ മാതിരി ആദ്യമൊക്കെ എടുത്ത് ഞാൻ കൊണ്ടുപോയില്ല. അപ്പം കണ്ടില്ല, അതെമ്പ് വരെ കൊണ്ടുപോയി അവിടെ നിന്ന് എടുത്ത് തോളിച്ചിട്ടാണ് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. ബാത്റൂമിൽ കുളിക്കാൻ കുട്ടിക്ക് ഒരു സൗകര്യമില്ല. പൊട്ടി പൊഞ്ഞിട്ട് ബാത്റൂമിൽ എത്തുമ്പോൾ അതിൻ്റെ കാലിൻ്റെ തോലൊക്കെ പോവുക. ഈ മകൾക്കൊപ്പം സദാസമയവും ഈ അമ്മയുണ്ടാകും. അവളുടെ ചെറിയ ആവശ്യങ്ങൾ പോലും കണ്ടറിഞ്ഞ് നിറവേറ്റുന്നു. ഈ വീടിന് പുറത്തേക്ക് ഇവർ ഇറങ്ങാറില്ല. മകൾ കാണാത്ത കാഴ്ചകൾ, അവൾക്കില്ലാത്ത സന്തോഷം തനിക്കെന്തിനെന്നാണ് ഈ അമ്മ ചോദിക്കുന്നത്. ഈ വാർത്ത കാണുന്ന നല്ല മനസ്സുകളിലാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.